ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും എൻ്റെ സൃഷ്ടികളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും എനിക്ക് വ്യക്തമായൊരു ധാരണയുണ്ട്. കാരണം ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന എൻ്റെ എഴുത്തിന് കിട്ടുന്ന പ്രതികരണങ്ങൾ ഞാൻ ഇത്രയും കാലമായിട്ട് എഴുതി തുടങ്ങിയിട്ട് എനിക്കിതുവരെ ഒരു വ്യക്തികളിൽ നിന്നോ ഒരു എന്തു പറയാൻ ഒരു പ്രസ്ഥാനങ്ങളിൽ നിന്നും ഇന്നുവരെ എനിക്ക് കിട്ടാത്ത സഹകരണവും പ്രചോദനവും ഇന്ന് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഈ നോവൽ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്ന നോവൽ ധാരണകളില്ലാത്ത ജീവിതം, ആ നോവലിനെ കുറിച്ച് എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു. എന്താണ് ബേസിക്കലി ഈ നോവൽ എഴുതാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ ഈ നോവലിൻ്റെ സബ്ജക്റ്റ്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എന്തുകൊണ്ടാണ്? കാരണം ഈ നോവലിൽ ഒരു ആർട്ടിസ്റ്റ്, കലാകാരൻ, ഒരു ശില്പി അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ അയാളുടെ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് ശ്വാസം മുട്ടി ഇങ്ങനെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. വളരെ കുട്ടിക്കാലം മുതൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയും അത് കഴിഞ്ഞ് ഒരു അറേഞ്ച്ഡ് മാരേജിന് തയ്യാറാവുകയും മാനസികമായ സംഘർഷങ്ങൾ നിറഞ്ഞ ആ ജീവിതത്തിൽ അയാൾക്ക് 2 കുട്ടികളുണ്ടാവുകയും, അപ്പോൾ ഇയാൾ ഇങ്ങനെ ദേശാടനത്തിൽ, ചിത്ര പ്രദർശനങ്ങൾക്ക് വേണ്ടിയും മത്സരങ്ങൾക്ക് വേണ്ടിയും ഒക്കെയുള്ള ദേശാടനത്തിൽ അവസാനം ഒരു കാലത്ത് ഇയാൾ സ്പെയിനിലെത്തപ്പെടുകയും, സ്പെയിനിൽ വെച്ച് ഇയാളൊരു യൂറോപ്യൻ പെൺകുട്ടി, അതായത് ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെടുന്ന നഴ്സുമായി വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അവൾ തിരിച്ചും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് തിരിച്ചും ആ സ്നേഹം കൊടുക്കുകയും ഈ 10 ദിവസം ഒന്നിച്ച് കഴിയുകയും ചെയ്ത് അയാളുടെ ഭാര്യയെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ ഒന്നും അവളോട് പറയാതെ ഈ 10 ദിവസത്തെ ജീവിതത്തിൽ ഒരുപാട് അവളോട് ഒട്ടിച്ചേർന്നു ഇങ്ങനെ കഴിഞ്ഞതാണ്. ഒടുവിൽ മടങ്ങി വരാമെന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ആ ശിവൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം, ആ കലാകാരൻ മടങ്ങി വരാം എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ട് തിരിച്ച് നാട്ടിൽ വരികയും, നാട്ടിൽ വന്ന് അയാളുടെ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. മകനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യാദൃശ്യമായിട്ട് അയാളുടെ ഭാര്യ ഒരുപാട് അസുഖങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ സ്നേഹവും അതുപോലെ ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഏറെ എന്ന് പറയുന്നത് ഒരുപാട് നിർബന്ധ ബുദ്ധികളും വാശിയും വൈരാഗ്യവും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു ഭാര്യയായിരുന്നു. അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമല്ലത്. എങ്കിലും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കലാകാരൻ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താണ്. അപ്പോൾ മാനസികമായിട്ട് ഇയാളെ പീഡിപ്പിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇയാളുടെ കുടുംബജീവിതത്തിലുണ്ടാകുകയും ഇയാൾ ജീവിതമാകെ വെറുക്കുകയും മകളുടെ കല്യാണം കഴിഞ്ഞു കൊടുത്തതിന് ശേഷം അയാളുടെ ഭാര്യ മരിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇയാൾ യഥാർത്ഥത്തിൽ ഇയാൾക്കൊരു തുണയായിട്ട് ഇങ്ങനെ യോഹന്ന എന്ന് പറയുന്ന ഒരു കഥാപാത്രം സ്പെയിനിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഇയാൾ ഒരുപാട് ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്ക് കൊടുത്തുവെന്നും, എന്താണ് അങ്ങോട്ട് മടങ്ങിപ്പോയാൽ അവളോടൊപ്പം ജീവിക്കാൻ. അപ്പോൾ ആ ഒരു ചിന്തയിൽ അവളോടുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു നിമിഷം പൊട്ടിപ്പുറപ്പെട്ട ഒരു ആവേശ തിമിർപ്പിൽ അയാൾ ഇപ്പോൾ യോഹന്ന ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ യോഹന്ന ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്, നമ്മളെ വിവാഹം കഴിച്ചോ എന്നൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുകയാണ്. അയാളുടെ മകൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി അയാൾ യോഹനെ കല്യാണം കഴിക്കാൻ വേണ്ടി സ്പെയിനിലേക്ക് പറക്കുക. പക്ഷെ അവിടെ ചെന്നിട്ട് ഉള്ള സംഭവവികാസങ്ങൾ വളരെ വേദനാജനകവും ഒടുവിൽ നല്ല സന്തോഷമുണ്ടാക്കുന്നതും ആയ ഒരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. എന്നാലും ഈ നോവൽ എനിക്ക് എഴുതാൻ എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിലൊരു സംഭവ കഥ ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
ഈ യോഹന്ന എന്ന് പറയുന്ന കഥാപാത്രം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരിയായിരുന്നു. ബ്രിട്ടീഷുകാരിയായ ഒരു നഴ്സ് തന്നെയായിരുന്നു ഈ യോഹന്ന. അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതായത് ഇന്ത്യൻ കൾച്ചർ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സംസ്കാരം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു യോഹന്ന. ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ട്. കാരണം അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. പക്ഷേ ആ യോഹന്നയുടെ രൂപം, ഒരു മലയാളി പെൺകുട്ടിയുടെ രൂപം, അതായത് യോഹന്ന നീട്ടി വളർത്തിയ മുടി, അവളുടെ പേരും യോഹന്ന എന്നായിരുന്നു. ആ ബ്രിട്ടീഷുകാരി പെൺകുട്ടിയുടെ പേരും യോഹന്ന എന്നായിരുന്നു. അതുപോലെ ആ യോഹന്നയാണ് എനിക്ക് ഈ പെൺകുട്ടിക്ക് യോഹന്ന എന്ന് പേര് കൊടുക്കാനുള്ള പ്രചോദനവും ആ യോഹന്നയുടെ ഭാവവും രൂപവും ഒക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ് കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ്. ഞാനിതിപ്പോൾ ഈ നോവൽ എഴുതി പൂർത്തിയാക്കിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പലരും എന്നോട് ചോദിച്ചു. പ്രഭാത് ബുക്ക് ഹൗസിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാണ്. ഒരു ചിന്താഗതിയുടെ കുറച്ച് മാറ്റം, അതായത് ആ ഒരു ഇത് വ്യത്യാസം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഞാൻ എഴുതിയ 2 നോവൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 നോവലും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആർക്കും പ്രസിദ്ധീകരിക്കാനുള്ള ഭാഷ കൊടുത്തിട്ടുമില്ല. പക്ഷേ എന്തോ ഇത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഫേസ്ബുക്കിൽ നിന്നും മറ്റ് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ ഒരു നോവലാണ്. അപ്പോൾ ഈ യോഹന്ന ഒടുവിൽ അവിടെ നിന്ന് രാജിവെച്ച് റിസൈൻ ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോയി. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. എങ്കിൽ തന്നെയും ആ ഒരു രൂപം, ഒരു കേരളീയ പെൺകുട്ടിയുടെ, അതായത് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് പോലും ഇത്രയും തന്മയത്വവും സൗന്ദര്യവും ശാലീനതയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. തൊലി വെളുത്തതെന്ന് മാത്രം ആ ചെമ്പൻ കണ്ണുകളും എനിക്ക് തോന്നുന്നത് നിതംബം മറഞ്ഞു കിടക്കുന്ന ആ മുടി, അത്രയും അഴകുള്ളൊരു മുടി, ചുരുണ്ട മുടി, നല്ല രസമുള്ള മുടി. അത് പിന്നെ അവൾ ചുരിദാർ, അവധി ദിവസങ്ങളിൽ ചുരിദാറാണ് ധരിക്കാറുള്ളത്. പക്ഷേ അത്ര ആ ഒരു യോഹന്നയുടെ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് എനിക്ക് ഈ നോവൽ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനിയും നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ സഹായവും സഹകരണവും എൻ്റെ സൃഷ്ടികളുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. നിങ്ങളുടെ ഫൈസലിൽ.